ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചീട്ട് വെച്ചിട്ടുള്ള വേറെ കളികളിൽ ഒന്നായ സെറ്റ് കളിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിനായിട്ട് നമുക്ക് 1 ഡസൻ ചീട്ടാണ് വേണ്ടത്. ഇത് 2 പേര് കൂടുതലുള്ള എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പം നമ്മൾ ഇത് 1 ഡസൻ ചീട്ട് എത്ര പേരുണ്ടോ അവർക്കനുസരിച്ച് വീതിച്ചിടുക. 10 എണ്ണം വീതം വെച്ചാണ് നമ്മൾ വീതിച്ചിടുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 പേരുള്ളൂ. അപ്പം നമുക്ക് ഇത് 2 രീതിയിൽ നമുക്ക് കളിക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സിമ്പിൾസ് ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് നമുക്കിപ്പോൾ ഏത് സംഖ്യയുടെ വേണമെങ്കിലും ഏത് നമ്പർ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3ൻ്റെ തന്നെ 3 എണ്ണം വീതം നമ്മൾ 3 3 3 എന്നുള്ളത് സെറ്റാക്കണം. അത് ഏത് ചിഹ്നമാണെന്നുള്ളത് നമുക്ക് വിഷയമല്ല. ചിലവർ അങ്ങനെ കളിക്കുന്നവരുണ്ട്. ഞങ്ങൾ കളിക്കുന്ന 2 രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് 3 3 3 അങ്ങനെയൊക്കെ സെറ്റാക്കാം. രണ്ടാമത്തെ രീതി നമുക്ക് KQJ A2 3 അങ്ങനെ സെറ്റാക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ പല ചീട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഒന്ന് ചീട്ടിൽ നിന്ന് നമുക്ക് വലിക്കാവുന്നതാണ് നമുക്ക് വേണ്ടതൊക്കെ. അപ്പം ഞാൻ വലിച്ചു. ഫസ്റ്റ് വന്നത് 10 ആണ്. അപ്പോൾ എനിക്ക് 10 ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അടുത്ത ആൾ വലിക്കും. ഇപ്പം നമ്മൾ വലിച്ചിടുന്ന ചീട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളുടേലുള്ള വേണ്ടാത്ത ഒരു ചീട്ട് അവിടെ ഇടേണ്ടതാണ്. അത് മറ്റൊരാൾക്ക് എടുക്കാതിരിക്കാം. ഇപ്പോൾ വേറൊരാളുടെ ചീട്ട് നമുക്ക് എടുക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ നിന്നുള്ളൊരു വേണ്ടാത്ത ചീട്ട് ഇടേണ്ടതാണ്. അങ്ങനെ നമ്മൾ എടുക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ജോക്കർ ഉണ്ടാവും. എല്ലാ പ്ലേയിങ് കാർഡ്സിലും 3 കാർഡ് ജോക്കറായിരിക്കും. ജോക്കർ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കാർഡാണ്. അതൊരിക്കലും ആരും ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു സാധനം എടുത്ത് വെച്ചാൽ തന്നെ എടുത്തിടുകയോ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ എൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട്. സെറ്റായ നമ്പർ തന്നെ വീണ്ടും സെറ്റായെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഇനി രണ്ടാമത്തത് കാണിക്കുകയാണ്. അതിനകത്ത് ഓൾറെഡി ഒരു ജോക്കർ ഉണ്ട്. രണ്ടാമത്തേലാണ് ഞാൻ പറഞ്ഞത് JJJQQQ അങ്ങനെ സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി J 3 എണ്ണം എനിക്കുണ്ട്. ഞാൻ സെറ്റാക്കി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്തതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Kക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ J എൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ടത്. അതിന് ശേഷം ഞാൻ വലിക്കുകയാണ്. വലിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് K ആണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ ഓൾറെഡി 2 K ഉണ്ട്. വേറെ K കിട്ടി. അപ്പോൾ ഞാനിതിപ്പോൾ ജോക്കർ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വെച്ചു. അപ്പോൾ എൻ്റെ അതും സെറ്റായി. അങ്ങനെ നമ്മൾ 3 എണ്ണം വെച്ച് 3 എണ്ണം സെറ്റാക്കണം. KQQ JJJ അങ്ങനെ 3 എണ്ണം സെറ്റാക്കണം. അത്രേ ഉള്ളൂ സെറ്റ് കളി. ഭയങ്കര എളുപ്പമാണ്. ഫ്രീ ടൈംസിലൊക്കെ കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക്